പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ട്രാവൽ വീഡിയോ ആണ്. അബുദാബിയിലെ ഏക ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ സൺഡേ ഈവനിങ് ആണ് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 തൊട്ട് രാത്രി 8 മണി വരെ ഇതിൻ്റെ പ്രവർത്തന സമയമാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ഈ അമ്പലം അടച്ചിടും. പിന്നെ ഡ്രസ് കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനാണെങ്കിൽ സ്ലീവ്ലെസ് ഉടുപ്പൊന്നും പാടില്ല. ബാക്കി ചുരിദാർ, സാരി, സ്ലീവ്ലെസ് പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എന്തും യൂസ് ചെയ്യും. ജെൻസിനാണെങ്കിൽ ഇങ്ങനെ ഷോർട്ട്സ് അതും പാടില്ല. അവരും സ്ലീവ്ലെസ് ഉടുപ്പും ഷോർട്ട്സും ഒന്നും ഇടാൻ പാടില്ല. അപ്പം നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ മക്കളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കാറിലിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ അബുദാബി ഹിന്ദു മന്ദിറിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈവനിങ് ആണ് പോയിരിക്കുന്നത്. നല്ല വെയിലായിരുന്നു, പക്ഷേ ഇവിടെ അധികം ചൂട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ ചെന്ന ടൈമിൽ തിരക്കുണ്ടായിരുന്നു എങ്കിലും അങ്ങ് ഒരുപാട് ക്രൗഡായിട്ട് ആയിട്ടില്ലായിരുന്നു. നമ്മൾ പക്ഷെ തിരിച്ച് ഇറങ്ങി വരുന്ന സമയമായപ്പോഴത്തേനും നല്ല തിരക്കായി. അപ്പം അധികം ക്യൂ ഇല്ലായിരുന്നു. പക്ഷേ ക്യൂ അങ്ങ് ഒരുപാട് നേരം അങ്ങ് വെയിലത്ത് നിൽക്കേണ്ടി വന്നില്ല. ഇങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോകുമായിരുന്നു. ഇവിടെ ഇതുപോലെ ഒരുപാട് കൗണ്ടർ ഇങ്ങനെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ക്യൂ നിന്ന് ബുദ്ധിമുട്ടാവുന്നവർക്ക് വെള്ളമൊക്കെ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നില്ല. ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങ് വേഗം അങ്ങ് കടന്നു പോകുമായിരുന്നു. രണ്ടായിരത്തി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം 2019 ഈ ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത്. UAE സർക്കാരാണ് ഈ ക്ഷേത്രത്തിനുള്ള ഭൂമിയൊക്കെ ദാനം ചെയ്തത്. 27 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഹിന്ദു മന്ദിർ, അബുദാബിയുള്ള ഹിന്ദു മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അവിടെ കഴിഞ്ഞൊരു ചെക്കിങ് കൗണ്ടറുണ്ട്. അവിടെ നമ്മുടെ ബാഗ്, ലഗേജ് എല്ലാം ചെക്ക് ചെയ്യും. ക്യാമറ അലൗഡ് അല്ല, പക്ഷെ മൊബൈൽ ഫോൺ അലൗഡാണ്. അത് വെച്ച് പക്ഷേ അമ്പലത്തിനുള്ളിൽ വ്യൂസൊന്നും അത് വെച്ചെടുക്കാനും പാടില്ല. പുറത്തുള്ള വ്യൂസ് എല്ലാം നമുക്ക് മൊബൈൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാം. അപ്പം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചുണ്ട് നടക്കാൻ. ഞങ്ങൾ പോയത് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു ടൈമിലായിരുന്നു. ഈ അമ്പലത്തിനൊക്കെ ചുറ്റും ഗംഗയുടെ, യമുനയുടെയൊക്കെ പുണ്യനദികളൊക്കെ ഇങ്ങനെ അതിൻ്റെ സവിശേഷതകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ളിൽ വലിയ മണികളൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. നമുക്കതിൽ ചെന്ന് അടിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു ഫീലിങ്സാണ് വരുന്നത്. പിന്നെ നമ്മുടെ ചപ്പലൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഫാമിലിക്ക് നമുക്ക് ഓരോ റാക്ക് സെലക്ട് ചെയ്ത് നമുക്കവിടെ കീപ്പ് ചെയ്തിട്ട്, അപ്പോൾ അതിനുള്ളിലൂടെ തന്നെ നമ്മുടെ കൈയും കാലും എല്ലാം കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്നത്. അപ്പം ഞങ്ങൾ ചപ്പലൊക്കെ അവിടെ കീപ്പ് ചെയ്ത് വെച്ചു. അവിടെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകുവാണ്. ഏകദേശം 108 അടി ഉയരത്തിലാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത് 1.5 ലക്ഷത്തോളം, 1,80,000 അത്രയും അടി പിങ്ക് രാജസ്ഥാൻ മണൽക്കല്ലുകൾ കൊണ്ടും, പിന്നെ 50,000 ക്യൂബിക് ഫീറ്റ് അടി ഈ വെളുത്ത മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ കൊണ്ടും, പിന്നെ 18 ലക്ഷത്തോളം ഈ ബ്രിക്സും ഒക്കെ കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൽ മുകളിൽ 7 ശിഖരങ്ങളുണ്ട്. ഓരോന്ന് ഫ്ലാഗ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ 7 ശിഖരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE 7 എമിറേറ്റ്സിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കാണുന്ന എല്ലാം വൈറ്റ് മാർബിളൊക്കെയാണ്. പക്ഷേ ഇവിടെ വരെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അകത്തുള്ള വ്യൂസൊന്നും നമ്മൾ എടുത്തിരുന്നില്ല. അപ്പോൾ ഇതിനുള്ളിൽ 7 ദേവാലയങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ അമ്പലവും ഓരോ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ശ്രീരാമൻ, ഭാര്യ സീത, പിന്നെ ഹനുമാൻ, പരമശിവൻ, പാർവതി, മക്കളായ ഗണേശും കാർത്തികും. അപ്പോൾ അവർക്ക് ഓരോ ആരാധനാലയങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ജഗന്നാഥൻ, പിന്നെ ശ്രീകൃഷ്ണൻ, ഭാര്യ രാധ, പിന്നെ അക്ഷരപുരുഷോത്തം മഹാരാജ്, തിരുപ്പതി ബാലാജി,
അയ്യപ്പൻ, അങ്ങനെ ഓരോ ദേവാലയവും നല്ല കൊത്തുപണികളൊക്കെ കൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഉള്ളിലൊന്ന് തൊഴുതിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തുള്ള വ്യൂ ആണ് പോയി കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ അധികം നേരം നമ്മൾ നിർത്തില്ല, കാരണം രാത്രി ആയപ്പോഴത്തേന് ആൾക്കാർ ഒരുപാടായി. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു ടൈമിൽ ആരതിയുണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്യാലറി ഉണ്ട് അവിടെ. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് നമുക്ക് അവിടെ പിന്നെ ആരതി കാണാൻ പറ്റും. ഞങ്ങൾ ചെന്നൊരു സമയത്തുണ്ടായിരുന്നു 6 മണി, പിന്നെ 8 മണി അങ്ങനെ 1-2 വൈകുന്നേരം തൊട്ട് 2-3 മണിക്കൂർ ഇടവിട്ട് 2-3 ടൈമിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ മതത്തിലുമുള്ള ആളുകൾക്കായിട്ടാണ് ക്ഷേത്രം തുറന്നു കൊടുത്തിരിക്കുന്നത്. 2024 ഫെബ്രുവരി ആയിരുന്നു ഉദ്ഘാടനം, പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തതെങ്കിലും മാർച്ചിലാണ് നമ്മൾ വിശ്വാസികൾക്കായിട്ട് തുറന്ന് തന്നത്. ഏകദേശം 700 കോടി ചിലവാണ് ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ചിലവ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും പുറത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ 9 തൊട്ട് രാത്രി 8 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. തിങ്കളാഴ്ച ഓഫാണ്. പിന്നെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ളത് ഇടാൻ പറ്റില്ല, ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ ആ കൗണ്ടർ നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ അവർ നമ്മുടെ ഡ്രസ്സൊക്കെ സ്യൂട്ടബിൾ അല്ല, കംഫർട്ടബിൾ അല്ല എങ്കിൽ അവർ പിന്നെ ഷോള് തരും. അത് കവർ ചെയ്തിട്ട് കൊടുത്തുകൊണ്ടേ നമുക്ക് പിന്നെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. महाराज की जय, श्री राधा कृष्ण भगवान की जय, श्री पद्मावती श्रीनिवास भगवान की जय, श्री जगन्नाथ भगवान की जय, श्री सियावर रामचंद्र भगवान की जय, श्री उमापति शंकर भगवान की जय, स्वामी श्री अय्यप्पा महाराज की जय, श्री गुणातीतानंद स्वामी महाराज की जय, श्री भगत जी महाराज की जय, श्री शास्त्री जी महाराज की जय, श्री योगी जी महाराज की जय, श्री प्रमुख स्वामी महाराज की जय, श्री महंत स्वामी महाराज की जय। सभी को नम्र निवेदन है कि कृपया कार्यक्रम की सूचना के अनुसार अपनी दाईं ओर यानी कि राइट साइड एग्जिट के लिए प्रस्थान करेंगे। അപ്പോൾ ആരതി എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നൈറ്റ് വ്യൂവും കൂടെ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ഫുഡ് കോർട്ടും കൂടെ ഉണ്ട് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. അവിടെ കയറി ചെറിയ രീതിയിലൊരു സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ നൈറ്റിൽ അമ്പലത്തിൻ്റെ വ്യൂ നല്ല രസമാണ്, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നമ്മൾ പോകുന്നത്.